എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചാണ്. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മലകളിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദവും ശക്തമായ ചിറകടി ഒച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത്. ഏകദേശം 50 വർഷമാണ് ഇതിൻ്റെ ആയുസ്. നമ്മുടെ കേരളത്തിൽ നെല്ലിയാമ്പതി, ആതിരപ്പള്ളി വാഴച്ചാല്, ചെന്തുരുളി എന്നീ കാടുകളിലൊക്കെ പ്രധാനമായിട്ടും ഇതിനെ കാണപ്പെടുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ വേഴാമ്പലും ഇതുതന്നെയാണ്. പഴങ്ങള്, പുഴുക്കൾ, പ്രാണികൾ, ചിലതരം ഇലകൾ ഇവയൊക്കെയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. എന്തുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പലിനെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ കേരളീയർ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണല്ലേ. അതുപോലെ തന്നെയാണ് വേഴാമ്പലുകളും. വേഴാമ്പൽ അവയുടെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പക്ഷിയാണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേഴാമ്പലിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും അറിയണം. മലമുഴക്കി വേഴാമ്പലുകളുടെ ജീവിതം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഒറ്റ പങ്കാളിയെ മാത്രം മനസ്സിൽ നിറച്ച് 50 വയസ്സ് വരെ ജീവിക്കുന്നവരാണ് വേഴാമ്പലുകൾ. പ്രജനന കാലമായാൽ വളരെ അപൂർവമായേ ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ. മരപ്പൊത്തുകളിലാണ് ഇവ മുട്ടയിടാനായിട്ട് കൂടുകൂട്ടുന്നത്. അടയിരിക്കുന്ന പെൺപക്ഷി മുട്ട വിരിഞ്ഞ ശേഷം മാത്രമേ കൂടുവിട്ട് പുറത്തു വരികയുള്ളൂ. അതുവരെ ആൺപക്ഷിയാണ് ഇവയ്ക്ക് കൂടിനുള്ളിൽ തീറ്റ എത്തിക്കുന്നത്. ഉയരമുള്ള മരത്തിന്റെ പൊത്തിൽ മുട്ടയിടുന്ന പെൺവേഴാമ്പൽ പിന്നീട് കൂടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ അല്പം വലുതാകുന്നതുവരെ അവയ്ക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ആൺവേഴാമ്പലിൻ്റെതാണ്. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ആൺവേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരം വരും. തൂവലുകൾക്കുള്ളിലൂടെ കാറ്റ് കയറുമ്പോൾ ഹെലികോപ്റ്റർ പറക്കുന്നത് പോലെയുള്ള ശബ്ദമുയരും. പറക്കുമ്പോഴുള്ള ഈ ശബ്ദവും മലമുഴക്കുന്ന വിധത്തിലുള്ള കരച്ചിലും ഇവനെ മലമുഴക്കിയാക്കി. നീളമേറിയ വലിയ കൊക്കുകളും കറുപ്പും മഞ്ഞയും കലർന്ന മകുടവും ഇവനെ കാട്ടിലെ ഏറ്റവും സുന്ദരവുമാക്കി. സൗന്ദര്യത്തെക്കാൾ ഉപരി വേഴാമ്പലുകളുടെ ജീവിത രീതിക്കാണ് ഏറെ പ്രത്യേകതയുള്ളത്. ജീവിതത്തിൽ ഒരു പങ്കാളി മാത്രമേ വേഴാമ്പലിനുണ്ടാവുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ല, എങ്കിലും ഇതാണ് വിശ്വാസം. മുട്ടയിടാനായി ശിഖരങ്ങളില്ലാത്ത ഏറ്റവും ഉയരമുള്ള മരത്തിലെ പൊത്താണ് തിരഞ്ഞെടുക്കുക. പെൺപക്ഷി പൊത്തിൽ കയറിയാൽ തൂവലുകൾ പൊഴിക്കും. ഈ തൂവലുകളാണ് മുട്ടയ്ക്ക് പട്ടുമെത്തയൊരുക്കുന്നത്. മുട്ട വിരിയാൻ 45-50 ദിവസമെങ്കിലും എടുക്കും. ഇത്രയും ദിവസം കൂട്ടിൽ നിന്ന് പെൺവേഴാമ്പൽ പുറത്തിറങ്ങില്ല. ആൺപക്ഷി ചെളിയും കാഷ്ടവും ഉപയോഗിച്ച് പൊത്തടയ്ക്കുകയും ചെയ്യും. കൊക്ക് പുറത്തേക്കിട്ട് തീറ്റ സ്വീകരിക്കാനുള്ള ചെറിയൊരു ദ്വാരം മാത്രമേ ആ പൊത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നീടാണ് ആൺപക്ഷിയുടെ അധ്വാനം തുടങ്ങുന്നത്. തൊണ്ടയിൽ നിറയെ പഴങ്ങൾ ശേഖരിച്ച് തൻ്റെ ഇണയ്ക്ക് എത്തിച്ചു കൊടുക്കും. ഓരോ പഴമായി കൊക്കിൻ്റെ അറ്റത്തേക്കെടുത്ത് പെൺപക്ഷിയുടെ ചുണ്ടിലേക്ക് അവൻ വെച്ചു കൊടുക്കും. പുലർച്ചെ തുടങ്ങുന്ന അധ്വാനം ഉച്ചവരെ തുടരും. പിന്നെ അല്പം വിശ്രമം. അതിനുശേഷം അസ്തമയം വരെ വീണ്ടും ഇതേ ജോലി. പെൺപക്ഷി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം പുലരുന്നതും കാത്ത് അടുത്തുള്ള മരക്കൊമ്പിൽ കാവൽ. മുട്ട വിരിയുന്നത് വരെ പഴങ്ങൾ മാത്രമായിരിക്കും അവൻ നൽകുക. അതിനുശേഷം ഓന്ത്, ചെറു പാമ്പുകൾ, ഉരകങ്ങൾ, എലി അങ്ങനെ തുടങ്ങിയ ചെറു ജീവികളെയും പിടിച്ച് പെൺപക്ഷിക്ക് കൊടുക്കും. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സംരക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ പെൺപക്ഷിക്ക് പുതിയ തൂവലുകൾ വന്ന് അവൾ കൂടുതൽ സുന്ദരിയാകും. അധ്വാനത്തിൽ ക്ഷീണിക്കുന്ന ആൺപക്ഷിയുടെ ഭാരം 1 കിലോയെങ്കിലും കുറയുകയും ചെയ്യും. മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ കൊക്ക് വെളിയിലേക്കിട്ട് പെൺപക്ഷി ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ഉടനെ തന്നെ ആൺപക്ഷി വന്ന് കൂട് കുത്തി പൊട്ടിക്കുകയും അമ്മയും മക്കളെയും സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. മുട്ട വിരിഞ്ഞ് 10-15 ദിവസങ്ങൾ കഴിഞ്ഞ് പെൺവേഴാമ്പൽ പുറത്തിറങ്ങുകയുള്ളൂ. പിന്നീട് 10 ദിവസത്തോളം പുറത്ത് അവൾക്ക് വിശ്രമമാണ്. ഈ സമയത്തും അവൾക്കും കൂട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആൺവേഴാമ്പൽ തന്നെ. പിന്നീട് 2 പേരും ചേർന്ന് കുഞ്ഞുങ്ങളെ ഊട്ടും. പറക്കാറായാൽ കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഇരുവരും ചേർന്ന് അവരെ പറക്കാൻ പഠിപ്പിക്കും. ഇര തേടി പോകുന്ന വഴിക്ക് അച്ഛൻ പക്ഷി മരിച്ചുപോയെങ്കിലോ?
അമ്മക്കിളിയും കുഞ്ഞുങ്ങളും കൂട്ടിൽ കിടന്ന് മരിക്കും. ഒന്നാകെ തകർന്നു പോകുന്ന ഒരു കുടുംബമായിരിക്കും പിന്നീട്. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകി ജീവിക്കുന്ന നമ്മുടെ ഈ വേഴാമ്പലുകളെ അല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ സംസ്ഥാന പക്ഷിയായിട്ട് തിരഞ്ഞെടുക്കുക അല്ലേ? ആൾപെരുമാറ്റമോ മറ്റു ശല്യങ്ങളോ ഇല്ലെങ്കിൽ ഒരേ പൊത്തിലായിരിക്കും വർഷങ്ങളോളം വേഴാമ്പലുകൾ കൂടുകൂട്ടുന്നത്. ഏത് മരത്തിൻ്റെ നിറകിൽ കൂടുകൂട്ടിയാലും വേഴാമ്പലുകൾ കാഷ്ടമിടുന്നത് കൂടിന് പുറത്താണ്. അതുതന്നെയാണ് ഇവരുടെ ദുർവിധിയും. മരത്തിന് ചുവട്ടിൽ കുന്നുകൂടി കിടക്കുന്ന കാഷ്ടം കണ്ടാണ് നായാട്ടുകാർ ഇവയെ കൂട്ടത്തോടെ വേട്ടയാടുന്നത്. പല വനമേഖലകളിലും ട്രൈബൽസിലൊക്കെ സംഘടിപ്പിച്ച് വേഴാമ്പലുകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സേന തന്നെ നമ്മുടെ വനംവകുപ്പ് അതുപോലെ തന്നെ ചില പക്ഷി സ്നേഹികളും ഒക്കെ ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട്. ഒരു 10-15 വർഷം മുൻപ് വരെ സംസ്ഥാനത്തെ വനങ്ങളിൽ 37 വേഴാമ്പൽ കൂടുകൾ കണ്ടെത്തിയെങ്കിൽ ഇന്നത് വിരലിലെണ്ണാവുന്ന അവസ്ഥയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാടുകളുടെ കാവൽക്കാരായിട്ടുള്ള മലമുഴക്കികൾ കാട് വിട്ട് പറന്നകുന്നത് ശരിക്കും പ്രാണഭയത്തോടെ തന്നെയാവണം.